രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രവാഹമാണ്. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. എം മനോജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഇപ്പോൾ അടൂരിലേക്കാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അടൂരിലെ ഈ വീട്ടിലാണ് രാഹുൽ ഉള്ളത്. അതിനു മുമ്പായി പോലീസ് ബാരിക്കേഡ് വെച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഡിവൈഎഫ്ഐയുടെ അടക്കം പ്രതിഷേധ മാർച്ചും നടന്നു. എന്തായാലും ഈ വീട്ടിൽ വെച്ചാണ് രാഹുൽ ഇപ്പോൾ രാജിപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിക്കും. കോഴിയുടെ ഒരു ചിത്രവും അതിൽ രാഹുലിൻ്റെ തലയുമൊക്കെ വെച്ചാണ് അവർ പ്ലക്കാർഡുമൊക്കെ പിടിച്ചാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. പ്രവർത്തകരെയൊക്കെ പോലീസ് പിന്നീട് ഇവിടെ നിന്നും മാറ്റുകയാണ് ഉണ്ടായത്. ഇനി എന്തായാലും BJPയുടെ നേതൃത്വത്തിലും AIOIF-ന്റെ നേതൃത്വത്തിലുമൊക്കെ പ്രതിഷേധമുണ്ട്. അതിനൊക്കെ വേണ്ടി കൂടുതൽ പോലീസിനെയും ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഗത്യന്തരമില്ലാതെ ഒരു നാണം കെട്ടൊരു രാജി തന്നെയാണ് രാഹുൽ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിനെ രാഹുൽ അവതരിപ്പിച്ച വിധം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കാം. കാരണം തനിക്കെതിരെ ഒരു പരാതി പോലും ഇല്ല. തനിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഈ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. പല ചോദ്യങ്ങൾക്കും, അതായത് കഴമ്പുള്ള പല ചോദ്യങ്ങൾക്കും രാഹുൽ കൃത്യമായി മറുപടി പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഫോൺ സംഭാഷണത്തിൽ പോലും രാഹുലാണോ അത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഈ കാലത്ത് ഏത് വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാനാകും എന്നുള്ള രീതിയിലായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. എന്തായാലും രാഹുൽ ഈ ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലോ എന്നും തന്നെ കൃത്യമായി പ്രതികരിക്കാതെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആശ്വാസമെന്ന രീതിയിലാണ് ഈ രാജിപ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 1:25 വരെ രാഹുൽ പറഞ്ഞത്, ഞാൻ ഇതുവരെയും രാജിവെച്ചിട്ടില്ല, എന്നോട് നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഹൈക്കമാൻഡ് പോലും ഒന്നും ഇടപെട്ടിട്ടില്ല എന്നൊക്കെയാണ്. അതിനുശേഷമാണ് 1:30 കൂടി ഞാൻ രാജിവെക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. എന്തായാലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനമാണ് രാജിവെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ MLA സ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ആ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. പക്ഷേ രാഹുൽ ഉന്നയിക്കുന്ന മറുവാദം, അതായത് തനിക്കെതിരെ നിയമപരമായി ആരും തന്നെ പരാതി നൽകിയിട്ടില്ല, ആ പരാതി നൽകാത്തിടത്തോളം കാലം താൻ എന്തിന് രാജിവെക്കണമെന്നുള്ള ചോദ്യമാണ് രാഹുൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രതിഷേധം ശക്തമാകുന്നുമുണ്ട്. BJPയുടെയും മറ്റ് പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ മാർച്ച് ശക്തമായ രീതിയിൽ തന്നെ അടൂരിലെ വീട്ടിലേക്കുമുണ്ട്. അടൂരിലേക്ക് മാത്രമല്ല, പല ഭാഗത്തേക്കും സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ രാഹുൽ ഒരു രാജിപ്രഖ്യാപനം നടത്തുന്നു. അതിന് അപ്പുറത്തേക്കൊരു ചോദ്യത്തിനും രാഹുൽ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം രാജിപ്രഖ്യാപനം നടത്തിയ ഉടൻ തന്നെ രാഹുൽ തിരിഞ്ഞു നടക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് കൃത്യമായും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിനെതിരെ വെറുതെ, അതായത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷയം മാറ്റുന്നതല്ലാതെ ഈ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി രാഹുൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനം കൂടെ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. ഇത് ഒരു ആളുടെ ആരോപണം മാത്രമല്ല എന്നുള്ളതാണ്. അതായത് രാഹുലിനെതിരെ ഈ പരാതി ഉന്നയിച്ചവർ അതൊന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ പ്രതികരണങ്ങൾ കണ്ടതാണ്.